സ്പെയിന്റെ വിജയം വൻ ആഘോഷമാക്കിയ ആരാധകർ പടക്കം പൊട്ടിച്ചായിരുന്നു പലയിടങ്ങളിലും ആഘോഷം. കോഴിക്കോട് നിന്ന് മുബാറക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകകപ്പ് ഫൈനൽ മത്സരം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സ്പെയിനിന് ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ നല്ലൊരു വിജയം നേടിയെന്നുള്ളതാണ്. അർജന്റീന ഏറെ നിരാശപ്പെടുത്തി, പ്രതീക്ഷിച്ചൊരു മത്സരം നൽകിയില്ല എന്നുള്ളതുകൊണ്ട് നമുക്കറിയാം 120 മിനിറ്റ് പിന്നിടുന്ന സമയം വരെ അർജന്റീനയുടെ ഭാഗത്ത് നിന്ന് ഒരു ഷോട്ട് സ്പെയിനിന്റെ പോസ്റ്റിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ആരാധകരുടെ പ്രതികരണം. ബ്രോ, സ്പെയിൻ അർഹതപ്പെട്ട വിജയ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അർജന്റീന അറിയുന്ന സാധനം കളത്തിലില്ല. ഒന്ന് ബോള് കിട്ടണ്ടേ, ഒരു ഷോട്ട് പോലെ അടിച്ചിട്ടില്ല അർജന്റീന, ഒറ്റ ഷോട്ട് പോലെ അടിച്ചിട്ടില്ല. അപ്പൊ സ്പെയിന് പ്രാവശ്യത്തെ വേൾഡ് കപ്പ്. സ്പെയിൻ ആരാധകനായിരുന്നു തുടക്കം മുതൽ? ആര്? സ്പെയിൻ ആരാധകനായിരുന്നു തുടക്കം മുതൽ? അല്ലല്ല, ഇവിടെ ഫുള്ള് അർജന്റീന ആരാധകരായിരുന്നു. സ്പെയിന്റെ ആരാധകർ കുറവാണ്, പക്ഷെ സ്പെയിനാണ് ഫുള്ളായിട്ട് കളിച്ചത്. അടിപൊളി മത്സരമായിരുന്നു. 120 മിനിറ്റ് സ്പെയിനാണ് കളിച്ചത്. അതായത് 120 മിനിറ്റിന്റെ. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് അർജന്റീനയുടെ തോൽവി അർഹതപ്പെട്ടതാണ്. ഈ 90 മിനിറ്റിനും എക്സ്ട്രാ ടൈമിലും കളിച്ച അവർ തന്നെയാണ്. ഭാഗ്യം. ഈ പ്രാവശ്യം ലെഫ്രി ജയിപ്പിച്ചെന്നോ ആര് ജയിപ്പിച്ചെന്ന് പറയില്ല, ഇത് ദൈവത്തിന്റെ കളിയാണ്. ഈ കളി സ്പെയിനിന് അർഹതപ്പെട്ട കപ്പാണ്. സിമിയോണിനെ ഫൗൾ ചെയ്ത് ആർക്കും ഒന്നും അറിയാമല്ലോ. ഒരു യെല്ലോ കാർഡ്. മെസ്സി അവിടെ മാല കെട്ടിക്കണ്ടല്ലോ, ഒന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കൊണ്ടേ കളി. മെസ്സിനെ കൊണ്ടേ കളി. ആ ബൂട്ടില് മറ്റേ ചളിയൊന്നും ആയില്ല, മെസ്സിന്റെ ബൂട്ടിലെ മണ്ണായില്ല. മെസ്സിന്റെ ബൂട്ടിന് മണ്ണായില്ല. എന്തിനാ കളിച്ചത്? ലോകത്തിന് ചരിത്രത്തിൽ ഇത്ര ഒരു വൺ സൈഡഡ് ഫൈനൽ ഇല്ല എന്ന് ഓരെന്നെ പറയുന്നു. അല്ല, അർജന്റീന ആരാധകനല്ല. അടിപൊളി അടിപൊളി. ഇപ്പോഴാണ് അർജന്റീനക്ക് ഗോൾ തന്നെ കിട്ടിയില്ലല്ലോ. ഫുൾ ടൈം സ്പെയിൻ്റെ ഇപ്പോഴാണ് ശരിക്കും കളി നടന്നത് അർജന്റീന മുന്നിൽ. മൂന്നാളെയും തീർത്തുണ്ട്. ആദ്യം ക്രിസ്ത്യാനോ, പിന്നെ എംബാപ്പെ, ഇപ്പൊ മെസ്സി. മൂന്നാളെയും ക്ലീൻ ഷീറ്റ് തീർത്ത്. ഇനി യമാൽ യുഗം, ഇനി ഉള്ളത് യമാൽ യുഗം. ഏത് 126 അങ്ങനെ തൊട്ടത് ബോള് ഷോട്ട് ഓൺ ടാർഗറ്റ് 1 കംപ്ലീറ്റ് യമാൽ യുഗം. മത്സരം ഒന്നും പറയാനില്ല. ഫെറാൻ ടോറസ് തൂക്കി 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 കത്തിക്കണം. ഈ ജേഴ്സി കത്തിക്കണം. ഒരു സ്റ്റാർ അതെ, പകരക്കാരനായി വന്നു. നമ്മളെ ബ്രസീൽ പോർച്ചുഗൽ ഫാൻസിന് വേണ്ടി സ്പെയിൻ ജയിച്ചിരിക്കുന്നു. ഷാർക്ക് അറ്റാക്ക്, ഫെറാൻ ടോറസ് ഷാർക്ക് അറ്റാക്ക്, ഷാർക്ക്. പൊളിച്ചു. സ്റ്റാൻഡേർഡ് കളി, സ്റ്റാൻഡേർഡ് കളി. മെസ്സി അവിടെ എല്ലാ രീതിയിലും ഒരു പൂർണ്ണ ആധിപത്യം സ്പെയിനിന് ഗ്രൗണ്ടിൽ നേടിയെടുക്കാനായി. അങ്ങനെ ഒരു ഗോളിന്റെ ഏകപക്ഷീയമായിട്ടുള്ള വിജയത്തിൽ അങ്ങനെ സ്പെയിൻ 2026 ലോകകപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.